ഹായ് ഡിയേഴ്സ്, എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്നൊരു കിഡിലെ റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത്. കൊറിയൻ മാംഗോ പാൻ കേക്കിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് ഉണ്ടാക്കി കഴിക്കുന്നത് വരെ ഞാൻ വിചാരിച്ചിരുന്നില്ല അതിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്ന്. നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് നിറയെ മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് റെഡ് ഫുഡ് കളറാണ്. വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. കാരണം ഇതൊരു യെല്ലോ കളറിലാണ് കൊറിയൻ മാംഗോ കേക്ക് ഉണ്ടാവുക, പാൻ കേക്ക് ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളത്തിന് പകരം പാലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചെടുത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ച് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ. ഞാനിത് അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ആദ്യം തന്നെ ചേർക്കേണ്ടതായിരുന്നു, മറന്നു പോയതാണ് കേട്ടോ. എന്നിട്ട് വീണ്ടും ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ദോശ ചുട്ടെടുക്കാനുള്ള പാൻ കേക്ക് ചുട്ടെടുക്കാനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് കേട്ടോ. ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ്. എന്നാൽ മാത്രമേ നമുക്കത് നല്ല നൈസായിട്ട് ചുട്ടെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിനി ഇത് ചുട്ടെടുക്കുക. അതിനായിട്ട് ഞാനിവിടെ ഇതുപോലൊരു പാനാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് അങ്ങ് ചുറ്റിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് നൈസായിട്ടുള്ള ഒരു ദോശയായിട്ട് നമുക്കിത് എടുക്കാൻ പറ്റുക. നമ്മൾ ദോശ ചുടുന്ന പോലെ കയ്യിൽ വെച്ച് ഇങ്ങനെ ആക്കി കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ആ കയ്യിലിൻ്റെ പാട് ഇങ്ങനെ ആയി വരും. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ ഇത് ഒരു സൈഡ് ആയ ശേഷം ഞാൻ ഒന്നങ്ങ് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു 10 സെക്കൻഡ് വെച്ചിട്ട് ചട്ടിയിൽ നിന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്ലെയിം ശ്രദ്ധിക്കണം. ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കരുത് കേട്ടോ. ഹൈ ഫ്ലെയിമിലൊന്നും ആക്കി വെക്കരുത്. അങ്ങനെ ആക്കി വെക്കുന്ന സമയത്ത് ഇതിന് ഹോൾസ് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഹോൾസ് വീഴാതെ വേണം നമുക്ക് ഈ പാൻ കേക്ക് ചുട്ടെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതാ ഇതുപോലെ ചുട്ടെടുക്കുന്നുണ്ട്. തിരിച്ചിട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രം. അതിനിപ്പോൾ പ്ലേറ്റിലേക്ക് വെക്കുന്ന സമയത്ത് ഒന്നാകെ ഒട്ടിപ്പിടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. മുട്ടയും മൈദയൊക്കെ അല്ലേ, അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്കിത് ചട്ടിയിൽ നിന്ന് എടുക്കാനും കിട്ടും. ഞാൻ കൈ വെച്ച് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാനിതാ ദോശയെല്ലാം അതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വിപ്പിംഗ് ക്രീമാണ്. അതിനായിട്ട് ഞാനൊരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 1/2 കപ്പ് മതി എന്നുണ്ടെങ്കിൽ അത്രയും എടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/4 കപ്പോളം വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കേക്കിനൊക്കെ ആക്കി എടുക്കുന്നത് പോലെ തന്നെ നല്ല സ്റ്റിഫായിട്ട് തന്നെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൽ കുറച്ച് മധുരം കുറവാണ് വിപ്പിംഗ് ക്രീമിന്. അതുകൊണ്ട് ഞാൻ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് അങ്ങ് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വിപ്പിംഗ് ക്രീമിനൊന്നും പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കലാണ്. അപ്പോൾ അതിന് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രത്തോളം നമ്മുടെ കയ്യിലുണ്ട് അതിനനുസരിച്ചൊക്കെ നമുക്ക് എടുക്കാം. ഞാനിതപ്പോൾ ഇത് നന്നായിട്ട് നല്ല സ്റ്റിഫായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിയാവും. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നല്ല പഴുത്ത മാങ്ങയാണ്. അപ്പോൾ മാങ്ങ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റും ഫ്ലേവറൊക്കെ ഉള്ള നല്ല മാങ്ങ നോക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇത് കുറച്ച് ഇതുപോലെ കട്ട് ചെയ്തിട്ടും നീളനെ കട്ട് ചെയ്തിട്ടും വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാങ്ങ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റും ഇതൊക്കെയുള്ള മാങ്ങ എടുക്കുക കേട്ടോ. ഇനി ഞാൻ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് നമ്മുടെ ദോശ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല വശം പുറത്തേക്ക് വരുന്ന വിധത്തിൽ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ടാണ് കൊടുക്കേണ്ടത് കേട്ടോ ദോശ. എന്നിട്ട് ഇതുപോലെ കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ കുറച്ച് മാങ്ങാ പീസസ് വെച്ച് കൊടുക്കുക. നമുക്ക് എത്രയാണോ ഇഷ്ടം അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ ഇതൊന്നും വെച്ച് കൊടുക്കുന്നതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഈ ഫില്ലിങ്സൊക്കെ നമുക്ക് എത്രത്തോളം വേണം എന്നുള്ളതിനനുസരിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ മാങ്ങ കഷ്ണങ്ങളുടെ മുകളിലും കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കുക. എന്നിട്ട് ഈ ദോശ 2 സൈഡിൽ നിന്ന് ഇതുപോലെ പിടിച്ചിട്ട് ഒന്നങ്ങ് ആക്കിയിട്ട് മടക്കിയെടുക്കുക. അതായത് വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്നങ്ങ് ടൈറ്റ് ചെയ്ത് മടക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫില്ലിങ് വെക്കുന്ന സമയത്ത് ഓവറായിട്ട് വെക്കാതിരിക്കുക കേട്ടോ. കുറച്ച് നല്ലോണം നിറച്ച് വെക്കാതിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര സോഫ്റ്റായിട്ടാണ് ഈ ദോശ ഉള്ളത്. അപ്പോൾ ഇത് കുറച്ച് നേരം ഇരിക്കുന്ന സമയത്ത് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഫില്ലിങ് കുറച്ച് അധികം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം ഇരുന്നപ്പോൾ എൻ്റെ 2-3 എണ്ണമൊക്കെ ഒന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാനിതപ്പോൾ വേറൊരെണ്ണം കൂടി ഇതുപോലെ ആക്കി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് മാങ്ങ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നീളനെ വേണമെങ്കിലും കട്ട് ചെയ്ത് വെക്കാം. ഇതുപോലെ കുനുകുനാന്ന് കട്ട് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും വെക്കാം.
ശരിക്കും നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഈ കൊറിയൻ മാംഗോ പാൻ കേക്ക് എന്ന് പറയുന്നത്. നമ്മുടെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സാധനമാണ്. മക്കളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ അവർക്ക് ഇത് കാണുമ്പോൾ തന്നെ കണ്ടോ നല്ല ക്യൂട്ടാണ്. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഞാനിതപ്പോൾ എല്ലാം ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഒന്നും പറയാനില്ല കേട്ടോ, ഒരു രക്ഷയില്ല ടേസ്റ്റ്. മാങ്ങ ഇഷ്ടമില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇതെല്ലാവർക്കും ഇഷ്ടമാവാനും ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ മാങ്ങാ സീസൺ കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. പിന്നെ ഇത് ഉണ്ടാക്കിയ ഉടനെ കഴിക്കരുത്. ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് നല്ല രീതിയിലൊന്ന് തണുപ്പിച്ച ശേഷം വേണം ഇത് കഴിക്കാനായിട്ട്. അപ്പോഴാണ് ഇതിന് ശരിക്കും നല്ല ടേസ്റ്റ് ഉള്ളത് കേട്ടോ. ഞാനിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതിങ്ങനെ കട്ട് ചെയ്ത് വെച്ച ശേഷം ഇതിങ്ങനെ ഇരിക്കുന്ന കാണാനൊക്കെ നല്ല മൊഞ്ചാണ് കേട്ടോ കാണാൻ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഇപ്പം നമ്മുടെ വീട്ടിലൊരു പാർട്ടിയൊക്കെ നടക്കുകയാണെങ്കിലും അതുപോലെ തന്നെ വിശേഷ ദിവസങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ആ സമയങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ മക്കൾസിനൊക്കെ എന്തായാലും ഇത് നല്ലപോലെ ഇഷ്ടമാവും. ഇത് പുറത്തുനിന്നൊക്കെ നമ്മൾ വാങ്ങി കഴിക്കുകയാണെങ്കിൽ നല്ല റേറ്റ് കൊടുക്കണം എന്നാണ് പറയുന്നത്. ഞാൻ വാങ്ങി കഴിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കിയതാണ്. എനിക്ക് നല്ല ഇഷ്ടമാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്തതാണ്. ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയണം. അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി വേണേ. ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി. എന്നാൽ ശരി, സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.